ആലപ്പുഴയിൽ നിന്നുള്ള കരുത്തനായ ഒരു സഖാവാണ് ജി സുധാകരൻ. എം.വി. ഗോവിന്ദൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചിരിച്ചില്ല. എന്താണ് ജി സുധാകരൻ ലക്ഷ്യം വെക്കുന്നത്? ആലപ്പുഴയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട സഖാവാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സഖാവാണോ എന്നുള്ളത് സംശയിക്കേണ്ട കാര്യമാണ്. പുള്ളിക്ക് എന്താ ചെയ്യേണ്ടത്, പുള്ളി ഞാൻ അപ്രസക്തനാവുന്നുണ്ടോ എന്നൊക്കെയുള്ള ചിന്തയാണ് പുള്ളിയുടെ പ്രശ്നം. പിണറായി പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേര് പറഞ്ഞ ഓരോ അവതാരങ്ങൾ വരും, അത് നിങ്ങളാരും മൈൻഡ് ചെയ്യേണ്ടതാണ്. അതിലൊരു അവതാരമാണിത്. പാർലമെൻ്ററി രാഷ്ട്രീയത്തിനകത്ത് ഇടതുപക്ഷ പാർട്ടികൾ ഇടപെട്ടിട്ടുള്ളത് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കാനാണ് എന്നാണ് പാർട്ടിയുടെ വ്യാഖ്യാനം. പക്ഷേ അതിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് വിട്ടുപോകാൻ ഭയങ്കര മടിയാണ്. ഞാൻ മാത്രം മാതൃകാ കമ്മ്യൂണിസ്റ്റ്, ബാക്കിയുള്ളവരെല്ലാം മോശക്കാരെന്നുള്ളൊരു ധാരണ വെക്കരുത്. ജീവിതത്തിലൊരിക്കലും പഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്ന് സ്വപ്നം കാണാതെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സാധാരണ പ്രവർത്തകരുണ്ട്. പുള്ളിയുടെ അസുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ കവിതയുടെ അസുഖം അല്ലാതെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്. പുള്ളിയുടെ കവിത എഴുത്തും പുള്ളിയുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറും. ആ കുതിരോട്ടം പപ്പ് ഒറ്റ സിനിമയ്ക്കകത്ത് ചോദിച്ചാൽ മതി, ആ ചെറിയ സ്പാനർ ഇങ്ങോട്ട് തന്നാൽ മതി. ജി സുധാകരൻ്റെ രോഗം കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എം.വി. ഗോവിന്ദൻ മാഷ് ഒരു മയത്തിൽ നാക്കിൽ ഒന്ന് സുഖിപ്പിച്ച് പൊക്കി വിട്ടാൽ മതിയായിരുന്നു. പൊക്കിയാൽ പൊങ്ങുന്ന ഒരാളാണ് സുധാകരൻ. അപ്പോൾ എന്തായിരുന്നാലും സുധാകരൻ ശിഷ്ടകാലം ഇനിയും നല്ല കവിതകൾ എഴുതാൻ അവസരം കിട്ടട്ടെ. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഈ ആലപ്പുഴയിൽ നിന്നുള്ള കരുത്തനായ ഒരു സഖാവാണ് ജി സുധാകരൻ. മുൻ മന്ത്രിയാണ്, MLA ആണ്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഇരുന്നിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിത്വമാണ്, ഒരു സഖാവാണ് ശ്രീ ജി സുധാകരൻ. പക്ഷേ ഇന്ന് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം എം.വി. ഗോവിന്ദൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചിരിച്ചില്ല. അതോടൊപ്പം തന്നെ ചില പ്രശ്നങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് ജി സുധാകരൻ ലക്ഷ്യം വെക്കുന്നത്? ആലപ്പുഴയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട സഖാവാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സഖാവാണോ എന്നുള്ളത് സംശയിക്കേണ്ട കാര്യമാണ്. പിന്നെ കൊതിക്കറവും കുശുമ്പും കുന്നായ്മയും ഒരു പ്രായം കഴിയുമ്പം ഈ ചന്നി പിടിക്കുക എന്ന് പറയും. പുള്ളിക്ക് എന്താ ചെയ്യേണ്ടത്, പുള്ളി ഞാൻ അപ്രസക്തനാവുന്നുണ്ടോ എന്നൊക്കെയുള്ള ചിന്തയാണ് പുള്ളിയുടെ പ്രശ്നം. പുള്ളി എങ്ങനെയാണ് ആലപ്പുഴയിലെ കരുത്തനായ സഖാവായതെന്നൊക്കെ നമുക്കറിയാം. ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി പിരിച്ചുവിട്ട് MAVP ജില്ലാ സെക്രട്ടറിയാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ജി സുധാകരൻ വരുന്നു. ജി സുധാകരൻ പിന്നീട് BSൻ്റെ വലങ്കയായിരുന്ന ജി സുധാകരൻ പിണറായിയുടെ കൂടെ ചേരുന്നു. പിണറായി സ്തുതിയുമായിട്ട് നടക്കുന്നു. പിണറായിയെ സ്തുതിച്ചുകൊണ്ടിരുന്ന പുള്ളിയുടെ വിചാരം പിന്നെയും മന്ത്രിയാക്കുമെന്ന് കരുതി. 2021 സീറ്റ് കൊടുക്കും, മന്ത്രിയാക്കുന്നു. അതിനെപ്പോഴും പിണറായിയെ സ്തുതിച്ചുകൊണ്ടിരുന്നു. പിണറായി പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേര് പറഞ്ഞ ഓരോ അവതാരങ്ങൾ വരും, അത് നിങ്ങളാരും മൈൻഡ് ചെയ്യേണ്ടതാണ്. അതിലൊരു അവതാരമാണിത്. ഇങ്ങേർക്ക് സീറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഇങ്ങനെ പ്രശ്നം. P.K. ഗുരുദാസൻ 2016 2021 മത്സരിച്ചില്ല. 2011 MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. ഇദ്ദേഹത്തെ പോലെ തന്നെ 2 തവണ മന്ത്രിയായിട്ടും ഇല്ലെന്ന് തോന്നുന്നു. ഒരു തവണയും കണ്ട മന്ത്രിയായിട്ടുള്ളൂ. ഇദ്ദേഹം 2 തവണ മന്ത്രിയായതാ. 2006 മന്ത്രിസഭയിലും 16 മന്ത്രിസഭയിലും മന്ത്രിയായതാ. മരിക്കുന്നിടം വരെ മന്ത്രിയാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പുള്ളി നോക്കുമ്പോൾ KV തോമസിന് ക്യാബിനറ്റ് പദവി കൊടുത്തിരിക്കുന്നു, മന്ത്രിയായി, കേന്ദ്രമന്ത്രിയായി, MP ആയി ഒക്കെ ആയി. അയാളെ പിടിച്ചിട്ടേക്കുന്നു കോൺഗ്രസിലുള്ള. എന്നെ ആക്കുന്നില്ല, ഞാനൊരു രക്തസാക്ഷിയുടെ സഹോദരനല്ലേ. കൂത്തുപറമ്പിലെ 5 രക്തസാക്ഷികളുടെ സഹോദരങ്ങളാരും പിന്നെ അവരുടെ മാതാപിതാക്കളോ ആരെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല. അങ്ങനെ എത്ര രക്തസാക്ഷികൾ CPM-നകത്തുണ്ട്. BJP-ക്കകത്താണെങ്കിൽ ബലിദാനികളും പിന്നെ കോൺഗ്രസിലും പിന്നെ അതേപോലെ തന്നെ ലീഗിലും ഒക്കെ ഉണ്ട് രക്തസാക്ഷികളുണ്ട്. നമ്മൾ CPM-ലേക്ക് വരാം. CPM-ൽ എത്ര രക്തസാക്ഷികളുണ്ട്. P.K. ഗുരുദാസിൻ്റെ ഒരു വാക്കുകൊണ്ട് നോക്കുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന് എന്തെങ്കിലും കേടുവന്നിട്ടുണ്ടോ? പാലോളി മുഹമ്മദ് കുട്ടി 2006 മന്ത്രിസഭയിലുണ്ടായിരുന്നു. 96 നായനാർ മന്ത്രിസഭയിലുണ്ടായിരുന്നു. 2011 പാലോളി മുഹമ്മദ് കുട്ടിയോട് വീണ്ടും പൊന്നാനിയിൽ മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെടുക. പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു, ഞാനും മത്സരിക്കുന്നില്ല. അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണൻ അവിടെ വരുന്നത്. വേണമെങ്കിൽ പാലോളി മുഹമ്മദ് കുട്ടിക്ക് പിന്നെ മത്സരിക്കാം. 2016 മത്സരിച്ച് മന്ത്രിയാവാം, ഒക്കെ ആവാം. പാലോളി മുഹമ്മദ് കുട്ടി സ്വരം മോശമാകുന്നതിന് മുമ്പ് പാട്ട് നിർത്തുകയും എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മുതിർന്ന കാരണവരെന്നുള്ള രീതിയിൽ ഗൈഡ് ലൈൻ ചെയ്യുകയും തൻ്റെ ഒരു വാക്കുകൊണ്ട് പാർട്ടിക്ക് ഒരു പോറലേൽക്കരുതെന്ന് നിർബന്ധ ബുദ്ധി കാണിക്കുകയും ചെയ്തിട്ടുള്ള മാതൃകാ കമ്മ്യൂണിസ്റ്റ്, വിശുദ്ധ കമ്മ്യൂണിസ്റ്റ് എന്ന് ഞാൻ പറയും. ഒരു കമ്മ്യൂണിസ്റ്റ് സന്യാസി എന്ന് ഞാൻ പറയുന്ന ഒരാളാണ്. ഒരു വട്ടെങ്കിലും കേരളത്തിന് മുഖ്യമന്ത്രി ആവാതിരുന്നത് നന്നായി. 1987 തൊട്ട് 91 വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന E.K. നായനാർ 91 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. അന്ന് മാരാരിക്കുളത്ത് V.S. അച്യുതാനന്ദനെ നിർത്തിയിട്ട് V.S. അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കാനാണ് കരുതുന്നത്. പക്ഷേ രാജീവ് ഗാന്ധിയുടെ പിന്നെ മരണത്തിൻ്റെ ആ ഒരു തരംഗത്തിൽ UDF ജയിച്ചു. കാലാവധി പൂർത്തിയാക്കുന്നതിൻ്റെ 1 വർഷം മുമ്പാണ് ഇവർ നിയമസഭ പിരിച്ചു വിട്ടത്. അന്ന് ജയിച്ചിരുന്നെങ്കിൽ V.S. അച്യുതാനന്ദനെ മുഖ്യമന്ത്രി, നായനാർ മത്സരിക്കണം എന്ന് പറഞ്ഞു വാശി പിടിച്ചോ. നായനാർ വേറെ ചുമതലയിലേക്ക് പോയി. VS-നെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയെടുക്കുന്നത് നായനാരും കൂടെ. പക്ഷേ അന്ന് ഭരണം കിട്ടിയില്ല. 96 VS തന്നെയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. പക്ഷേ P.J. ഫ്രാൻസിസിനോട് മാരാരി കൊടുത്ത് പരാജയപ്പെട്ടപ്പോൾ പിന്നെ നായനാർ വരുന്നത്. ഇങ്ങനെയുള്ള എത്രയോ പേരുണ്ട്. വേണ്ട, EMS ആഗ്രഹിച്ചിരുന്നെങ്കിൽ മരിക്കുന്നിടം വരെ EMS അല്ലാതെ വേറെ ഏതെങ്കിലും ഒരുത്തൻ കേരളത്തിൽ മുഖ്യമന്ത്രിയാവുമോ? നായനാരും ആവത്തില്ല, ആരും ആവത്തില്ല, മുഖ്യമന്ത്രിയാവത്തില്ല. EMS 98 മരിച്ചിട്ടാണ്. അതിന് ശേഷം പിന്നെ VS ആവുന്നത്. നായനാർ മുഖ്യമന്ത്രിയാവുമോ? ആരും ആകാൻ പോകുന്നില്ല. EMS തന്നെ മുഖ്യമന്ത്രിയാവാം. ഇതൊക്കെ ഒരു പാർലമെൻ്ററി രാഷ്ട്രീയത്തിനകത്ത് ഇടതുപക്ഷ പാർട്ടികൾ ഇടപെട്ടിട്ടുള്ളത് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കാനാണ് എന്നാണ് പാർട്ടിയുടെ വ്യാഖ്യാനം. പക്ഷേ അതിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് വിട്ടുപോകാൻ ഭയങ്കര മടിയാണ്. ഇതിനകത്ത് കാലാകാലം MLA ആവണം, മന്ത്രിയാവണം, അങ്ങനെ ഇരിക്കണം. കോൺഗ്രസ്സുകാരെ പറയുന്ന പോലെ വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴും മന്ത്രിയായിട്ട് കിടന്ന് മരിക്കണം. ഇതാണ് ഇവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. ഇദ്ദേഹം നല്ലൊരു മന്ത്രിയായിരുന്നു, കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനും എല്ലാം മിടുക്കനായിരുന്നു. പക്ഷേ മന്ത്രിയായിരുന്ന കാലത്തെ പ്രൊജക്റ്റുകൾ ഇപ്പോഴത്തെ മന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ
അതിന് പ്രശ്നം ഉണ്ടാക്കുക. ഇത് കമ്മീഷൻ ചെയ്യുന്ന കാലഘട്ടത്തിൽ ആരാണോ മന്ത്രി അയാളുടെ അല്ലേ തറക്കല്ലിൽ പേരും വിടുക, അയാളല്ലേ ഉദ്ഘാടനം ചെയ്യുക. അല്ലാതെ പിന്നെ ഇങ്ങനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. പൊതുമരാമത്ത് വകുപ്പിൻ്റെ പദ്ധതികൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പദ്ധതികൾ. നല്ല ദേവസ്വം മന്ത്രിയായിരുന്നു ഒക്കെ ആയിരുന്നു. ഞാൻ മാത്രം മാതൃകാ കമ്മ്യൂണിസ്റ്റ്, ബാക്കിയുള്ളവരെല്ലാം മോശക്കാരെന്നുള്ളൊരു ധാരണ വെക്കരുത്. ഞാൻ മാത്രം എല്ലാം തികഞ്ഞവൻ, എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, എനിക്ക് കുറ്റങ്ങളൊന്നുമില്ല. സിബി എനിക്കും സിബിക്കും ഒക്കെ ആത്മപരിശോധന നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കുറ്റങ്ങളും കുറവുകളുണ്ട്. കിടന്നുറങ്ങുന്നതിന് മുമ്പെങ്കിലും നമ്മൾ സെൽഫ് പ്യൂരിഫിക്കേഷൻ നടത്തണം. ഇന്ന് ഞാൻ തെറ്റുപറ്റി, ഒരു തെറ്റും പറ്റാതെ ഒരു ദിവസവും നമ്മൾ ആരും ജീവിക്കുന്നില്ല. അപ്പോൾ ഇതൊരു നുണയും പറയാത്തൊരു വിശുദ്ധനായ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് പുള്ളി നിൽക്കുക. പുള്ളി ഇപ്പോഴും പിന്നെ ഇതൊക്കെ പറയുമ്പോഴും പുള്ളി ചിന്തിക്കേണ്ടത്, ജീവിതത്തിൽ ഒരിക്കലും പഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്ന് സ്വപ്നം കാണാതെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സാധാരണ പ്രവർത്തകരുണ്ട്. ഇയാൾക്ക് 2 പ്രാവശ്യം മന്ത്രിയായിട്ട് ഇയാളുടെ ആഗ്രഹം തീർന്നില്ല. കഴിഞ്ഞ തവണ തന്നെ ഇയാൾ വീണ്ടും സ്ഥാനാർത്ഥിയാവുമെന്ന് കരുതിയേ. ഇയാളെന്നൊക്കെ പറയുമ്പോൾ നിന്നയുടെ ഭാഷ അതിനകത്തുണ്ടെന്നുള്ളത് അറിയാം. പക്ഷേ അദ്ദേഹം പിന്നെ വലിയ ബഹുമാനം അർഹിക്കാത്ത രീതിയിലേക്ക് നമ്മൾ ബഹുമാനിച്ചിരുന്ന ഒരു മനുഷ്യൻ അതിന് യോഗ്യനല്ല എന്ന തിരിച്ചറിവ് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു സമയത്ത് നമ്മൾ നിൽക്കുന്നത്. ഇദ്ദേഹം 2021 പറഞ്ഞു ഇനി കായംകുളത്ത് മത്സരിക്കുമെന്ന് വെച്ചപ്പോൾ കായംകുളംകാർ ചതിയന്മാരാ, ഞാൻ അമ്പലപ്പുഴയിൽ തന്നെ മത്സരിക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ പ്രേമ നിബന്ധനയാക്കി പുള്ളി അമ്പലപ്പുഴയെ വീണ്ടും സ്ഥാനാർത്ഥിയാന്ന് കണ്ടിരുന്നു. അമ്പലപ്പുഴയിൽ സലാമിനെ കൊണ്ട് നിർത്തിയപ്പോൾ പുള്ളിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ പുള്ളി ഇപ്പം പാർട്ടി മെമ്പർഷിപ്പ് ഒഴിവാക്കി എന്ന് പറയുമ്പോൾ ഒരു ലാഭമുണ്ട്. പുള്ളിയുടെ ഇക്കാലത്ത് വരെയുള്ള മന്ത്രിയായാലും MLA ആയാലും ഒക്കെ പെൻഷൻ കണക്കൂട്ടുമ്പോൾ പാർട്ടി ലെവി എത്ര കൊടുക്കണം? പാർട്ടിക്ക് വരുമാനത്തിനനുസരിച്ച് ലെവി കൊടുക്കണം. ഈ ലെവി കൊടുക്കണ്ട, ഇതാ പുള്ളിക്ക് ഇപ്പോൾ ഉള്ള ലാഭം. പാർട്ടി അംഗത്വം കൊടുക്കാതിരുന്നാൽ, പാർട്ടി അംഗത്വം പുതുക്കാതിരുന്നാൽ ലെവി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ്. ഇതിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പുള്ളിയുടെ അസുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ കവിതയുടെ അസുഖം അല്ലാതെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്. പുള്ളി എഴുതിയ കവിതകളൊക്കെ ഭയങ്കര രസമല്ല. ഞാൻ ആ കവിത ചിലത് പിന്നെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇദ്ദേഹത്തിൻ്റെ നിറരഹിത വിപ്ലവം, ചോരയും കവിതയും, ബിൻ ലാദൻ, ലാദനെ പുകഴ്ത്തിക്കൊണ്ടുള്ള കവിതയൊക്കെ ഉണ്ട്. ലാദൻ പിന്നെ ഭഗത് സിംഗിനെ പോലെയും പിന്നെ ഒക്കെയുള്ള വലിയ പോരാളി കേട്ടോ. ലെനിൻ്റെയും പിന്നെ കാറൽ മാക്സിൻ്റെ ഒക്കെ ഘട്ടത്തിൽപ്പെട്ടതാ. നിറരഹിത വിപ്ലവം, ചോരയും കവിതയും, പൂച്ച പട്ടി എന്നൊക്കെ എലി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കവിത എഴുതുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനം വന്നൊരു കവിത ഉണ്ടായിരുന്നു, എനിക്കൊന്ന് ഉറങ്ങണം. ഇയാളൊന്ന് ഉറങ്ങിയാൽ മതിയെന്ന്. ഇയാൾ മര്യാദയ്ക്ക് ഇയാൾക്ക് ഉറക്കഗുളിക കൊടുത്ത് ഉറക്കിക്കൊണ്ടേയിരിക്കണം. കുംഭകർണന് പണ്ട് നിദ്രാധീനത്വം വേണമെന്ന് പറഞ്ഞപ്പോൾ സരസ്വതി ദേവി നാക്കി കയറിയിട്ട് നിദ്രാളിത്വം വേണമെന്നാക്കി. അങ്ങനെ ആക്കിയതുപോലെ ഇയാൾക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരെ സ്വാധീനിച്ചിട്ട് രാത്രി വേണമെങ്കിൽ ഉണർന്ന് നിന്നോട്ടെ, അപ്പോൾ പത്രക്കാരും ചെല്ലത്തില്ല. രാത്രി ആരും ബൈറ്റെടുക്കാൻ കേരളത്തിൽ പോത്തുമില്ല. അതിനകത്ത് ഒരു കവിത എന്ന് വെച്ചാൽ, പൂച്ചേ മണൽക്കാട്ടിൽ കഴിഞ്ഞ് നീ വീട്ടിൽ വന്നതെന്തേ. പിന്നെ അതിനകത്ത് വന്നിട്ടുള്ള കമൻറ്റുകളുണ്ട്. ഉറക്കും ആശാനെ, ഇമാതിരി കവിതകളാണ് എഴുതുന്നതെങ്കിൽ വായനക്കാർ ഉടൻ തന്നെ ഉറക്കുന്ന ലക്ഷണം കാണുന്നുണ്ട്. വേറെ ട്രോള്, ഞങ്ങൾക്ക് സ്കൂളിൽ അവതരിപ്പിക്കാൻ ഒരു കവിത വേണം, ഒരു കവിത തരാമോ എന്ന്. മറ്റൊന്ന്, ജി സുധാകരൻ്റെ കവിത വായിച്ച് ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നത് ഇതാണ്, ഒരൊലക്ക കിട്ടുമോ? ജി സുധാകരൻ ഇപ്പോൾ 2 വരി കവിത എഴുതാതെ ഉറങ്ങാൻ കഴിയുന്നില്ല എന്നായിരിക്കുന്നു അല്ലേ? ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ വേറെ കവിതയുണ്ട്, അതാണ്. പിന്നെ വേറൊരാളുടെ വീണ്ടും കവിത എഴുതിയല്ലേ സഖാവേ, ഞങ്ങളോട് ഇത് വേണമായിരുന്നോ? പൂച്ചേ എന്ന കവിത വായിച്ച പൂച്ചയുടെ പ്രതികരണം, അടുത്ത ട്രോള്. കളിയാക്കാനാണെങ്കിൽ പോലും ആരെക്കുറിച്ചും ഇങ്ങനെയൊന്നും എഴുതരുത് സാറേ. പൂച്ച മാത്രമൊന്നുമല്ല, പുള്ളിയുടെ ഒരുപാട് കവിതകളുണ്ട്. ശിരസിൽ കൊഞ്ചു ഹൃദയം എന്നുള്ള കവിതയുണ്ട്. കൊഞ്ചുപോലൻ ഹൃദയം, ഉണക്ക കൊഞ്ചുപോലൻ ഹൃദയം. എന്താ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയത്തില്ല. കവിതകളിൽ വളരെ പിന്നെ കേരളത്തിൽ പ്രഗത്ഭനായ വേറൊരാൾ എൽദോസ് കുന്നപ്പള്ളിയായിരുന്നു. വഞ്ചകി നിനക്കെന്തൊരു കൊഞ്ചലാണ്, വഞ്ചകി ആരാന്നും കൊഞ്ചലെന്താന്നൊക്കെ പിന്നീട് മനസ്സിലായി. ഒരു ദിവസം എൽദോസ് കുന്നപ്പള്ളിയും ഭാര്യയും മക്കളെയൊക്കെ കൊണ്ട് വീട്ടിൽ വന്നായിരുന്നു എൻ്റെ അടുത്ത്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ആ സമയത്ത് എൽദോട് ചോദിച്ച് പിള്ളേരുടെ കാര്യമൊക്കെ ചോദിച്ച്, അല്ല മിടുക്കൊരു പിള്ളേരാണ് കേട്ടോ. പുള്ളിക്കാരുടെ വൈഫാണെങ്കിലും വളരെ ഡൗൺ ടു എർത്ത് ആണ്, ഒരു MLA ഭാര്യ എന്നുള്ള രീതിയിലുള്ള വളരെ ഡീസൻ്റാണ്. എൽദോയും വളരെ മാന്യമായി ഇടപെടുന്ന ലാളിത്യമുള്ള ഒരാളാണല്ലോ, നാട്ടിൻപുറത്തുള്ള ഒരു സാധാരണക്കാരൻ്റെ രീതിയിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, പിള്ളേർക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാഹിത്യാഭിരുചി ഉണ്ടോ? അപ്പോൾ കൊച്ചവനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇവന് കഥ എഴുതുന്ന സ്വഭാവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ കഥയൊക്കെ എഴുതിക്കുക, അപ്പനെ പോലെ കവിത എഴുതരുതെന്ന് പറഞ്ഞു. എഴുതുന്ന ഭാര്യയൊക്കെ എത്തിക്കൊണ്ട് ഭാര്യ എഴുതി ചിരിച്ചു. ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കവിതകൾ കുറേ ഉണ്ട് കേട്ടോ, കുറേ സാധനങ്ങളുണ്ട്. ശിരസിലെ കൊഞ്ചു ഹൃദയം, പിന്നെ പിണറായി വിജയന് ജി സുധാകരൻ അയച്ച ഒരു കവിതയുണ്ട്. ഇതിപ്പോൾ ഇത്ര വലിയ പ്രശ്നമൊന്നും ആക്കണ്ട. പുള്ളിയുടെ കവിത എഴുത്തും പുള്ളിയുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറും. ആ കുതിരോട്ടം പപ്പ് ഒറ്റ സിനിമയ്ക്കകത്ത് ചോദിച്ചാൽ മതി, ആ ചെറിയ സ്പാനർ ഇങ്ങോട്ട് തന്നാൽ മതി, ഒന്ന് ടൈറ്റ് ആക്കാനുണ്ട്, ചെറിയൊരു ലൂസായി പോയിട്ടുണ്ട്, ആ ചെറിയ സ്പാനർ ഇങ്ങോട്ട് എടുത്ത് ഇപ്പം ഞാൻ ശരിയാക്കി തരാമെന്നേ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോയി കിടന്ന സ്ഥലമാണ് ബാംഗ്ലൂർ നിംഗാൻസ്, അവിടെ പോയിട്ട് 4 ദിവസം കിടന്നു കഴിഞ്ഞാൽ ശരിയാവും. അപ്പം ഇത് പിന്നെ പുള്ളിയുടെ ഈ അസുഖം മാറാൻ അതേ ഉള്ളൂ. സ്ക്രൂ ഡ്രൈവറോ സ്പാനറോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ ഒന്ന് ടൈറ്റ് ആക്കിയാൽ മതി. ഒത്തിരി ചിലപ്പോൾ ബലം പിടിക്കേണ്ടി വരും, എന്നെ കൊല്ലാൻ വരുന്നതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മയക്കി കിടന്നിട്ട് ഞാൻ ഈ പറഞ്ഞ മാതിരി പകല് മയക്കി കിടക്കാനുള്ള വല്ല മരുന്നും കൊടുത്തിട്ട് പോയിട്ട് വല്ല സ്പാനർ എടുത്തിട്ട് ഒന്ന് ടൈറ്റ് ആക്കുക. ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ജി സുധാകരൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. പുള്ളിയെപ്പോലുള്ള മുതിർന്ന നേതാവ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബാക്കി നിൽക്കുമ്പം പാലൂളിയെപ്പോലെ, PK ഗുരുദാസനെ പോലെ, TK ഹംസയെ പോലെ. TK ഹംസ 2004 തൊട്ട് 2009 വരെ MP ആയതിനു ശേഷം
ഈ 2009 തൊട്ടുള്ള ഈ 17 വർഷവും എവിടെയും മത്സരിച്ചിട്ടില്ല, എവിടെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും പുള്ളി എവിടെയും സ്ഥാനാർത്ഥിയാവാൻ നിൽക്കുന്നില്ല. പാലോളി മുമ്പൂട്ടി 2006 ശേഷം പിന്നെ മത്സരിച്ചിട്ടില്ല. 11-ലും 16-ലും ശ്രീരാമകൃഷ്ണൻ, 21-ന് നന്ദകുമാർ അവിടെ നിന്ന് വന്നേ. ഇവരൊക്കെ അതാത് പ്രസ്ഥാനത്തിന് കൊടുക്കുന്ന സേവനം എന്താ? തെന്നല ബാലകൃഷ്ണപിള്ള കോൺഗ്രസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ സീറ്റുണ്ടോ ഇല്ലെന്ന് ഉറപ്പില്ല, എന്നാലും കോൺഗ്രസിനെ ഇതാക്കുന്നില്ല. അതേപോലെ തന്നെ കുമ്മനം രാജശേഖരന് BJPക്കകത്ത് അതിനുശേഷം ആരൊക്കെ വന്നു BJPക്ക് എന്തെങ്കിലും ശല്യം ഉണ്ടാക്കുന്നുണ്ടോ? അതാത് പാർട്ടിയോട് ഇത് കാണിക്കണ്ടേ? ഇസ്മായിൽ അദ്ദേഹം എൻ്റെ പാർട്ടി എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ ഇൻ്റർവ്യൂ നടത്താനൊക്കെ പിന്നെ ആഗസ്റ്റ് മാസത്തിൽ പോയപ്പോഴും പുള്ളി പറഞ്ഞ രാജാ എൻ്റെ വായി നിന്നേ വിട്ടു, അപ്പോൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും ചോദിക്കരുത്, എൻ്റെ പാർട്ടിക്കാരനായിട്ട് CPI കാരനായിട്ട് എനിക്ക് മരിക്കണം എന്ന് ആഗ്രഹം എന്ന് പറഞ്ഞത് പുള്ളിയുടെ മോനും പറഞ്ഞത്. ഈ ഒരു സാധനം മനസ്സിനകത്തുണ്ടാവണം. ഇപ്പോൾ PK അബ്ദുറബ്ബ് മന്ത്രിയായിരുന്നു, M ഉമ്മർ MLA ആയിരുന്നു, മന്ത്രി പോലും ആയിട്ടില്ല. ഇവർക്കൊന്നും ലീഗ് കഴിഞ്ഞവണ്ണം സീറ്റ് കൊടുത്തിട്ടില്ല. ഈ പ്രാവശ്യം പലരും മാറാൻ നിൽക്കുക. അപ്പോൾ കേൾക്ക് പിന്നെ കവിത എഴുതുക, പാട്ട് എഴുതുക, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ പരിഗണിച്ചില്ല എന്ന് പറയുക. ഗോവിന്ദമാഷ് അടുത്ത് ചെറിയൊരു പ്രശ്നം പറ്റി. ജി സുധാകരൻ എന്തെങ്കിലും പരിഗണന ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഒരു പരിഗണനയില്ല എന്ന് പറഞ്ഞു. ഗോവിന്ദമാഷ് അത് ഇങ്ങേരുടെ വട്ട് മനസ്സിലാക്കിയിട്ട് ഒരു മയത്തിൽ പറഞ്ഞാൽ മതിയായിരുന്നു. അല്ല, അദ്ദേഹം ഞങ്ങളുടെ മുതിർന്ന നേതാവാണ്, അദ്ദേഹം ഞങ്ങളുടെയൊക്കെ നയിക്കേണ്ട നേതാവാണ്, ഞങ്ങളുടെ ദിശാവെളിച്ചമാണ്, ഞങ്ങളുടെ ദീപസ്തംഭമാണ്, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും. പണ്ട് അഹ്റോൻ്റെ മോശലം കാലത്ത് ഇസ്രായേലിൽ ഇവിടുന്ന് പിന്നെ കടത്തിക്കൊണ്ടുവന്ന പോലെ അങ്ങനെ പിന്നെ ഞങ്ങളെ നയിക്കേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞൊന്ന് സൂചിപ്പിച്ചാൽ മതിയായിരുന്നു. ഗോവിന്ദമാഷക്കാണെങ്കിൽ ഇപ്പോഴും ഇടയ്ക്കൊരു പൊട്ടത്തരമുണ്ട്. ഗോവിന്ദമാഷക്ക് കൂറ്റനാട്ടിലെ അപ്പം കേരളയിൽ കൊണ്ടുവന്ന് എറണാകുളത്ത് വിട്ടിട്ട് പോകാൻ നേരത്ത് കൂറ്റനാട്ടിൽ അപ്പം കിട്ടാത്തതുകൊണ്ട് എറണാകുളത്തുള്ളവരെല്ലാം പട്ടിണിയാണ്. ഈ ഒരു കുഴപ്പം പുള്ളിക്കിടയ്ക്കുണ്ട്, ഈ പുസ്തകം കാണാതെ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട്. ആ സമയത്ത് ചിലപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. MABP ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിക്കുന്ന പോലെ പുള്ളിയും ഇവിടെ ഇരുന്ന് ഇടയ്ക്ക് എന്തെങ്കിലും പറയും. ജി സുധാകരൻ്റെ രോഗം കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് MP ഗോവിന്ദമാഷ് ഒരു മയത്തിൽ നാക്കിൽ ഒന്ന് സൂചിപ്പിച്ച് പൊക്കി വിട്ടാൽ മതിയായിരുന്നു. പൊക്കിയാൽ പൊങ്ങുന്ന ഒരാളാണ് സുധാകരൻ. അത് പുള്ളിക്ക് ആ ഒരു ബോധം ഉണ്ടായില്ല. പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ ഉദ്ദേശിച്ച് ഇപ്പം പുള്ളി മെമ്പർഷിപ്പ് ഒഴിവാക്കാന്ന് പറയുമ്പോൾ അതിനകത്ത് പുള്ളിക്ക് വേറെ കുറേ താല്പര്യങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ജി സുധാകരൻ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? സംസ്ഥാന സെക്രട്ടറി അടക്കം അവഗണിച്ചെന്നും നേതൃത്വത്തിൽ നിന്ന് കടുത്ത അവഗണന നേരിട്ടെന്നും. ഇനി പുള്ളി എന്താ വേണ്ടിയ പൊളിറ്റ് ബ്യൂറോയുടെ പിന്നേക്കകത്ത് റിപ്പോർട്ട് വെക്കാൻ കൊണ്ടുപോകണോ? പാർട്ടി കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കണോ? നാട്ടിലെന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ എന്നെ വിളിക്കുന്നില്ല. 70 കഴിയുമ്പോൾ കഴുത്ത് അറുത്ത് ഇറച്ചി കച്ചവടത്തിനുള്ളവരല്ല ഞങ്ങൾ ആരും വന്ന്. 70 കഴിഞ്ഞാലും ഈ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്തിരിക്കണം എന്നുണ്ടോ? നാട്ടിലെന്തെങ്കിലും കാര്യങ്ങൾ ഇടപെടാനോ വിഷയങ്ങൾ ഇടപെടാനോ പാർട്ടി സഖാക്കൾക്ക് ഒരു ഉപദേശകനായിട്ടിരിക്കത്തില്ലേ? പാർട്ടി സഖാക്കളെ അയാൾ വീട്ടിൽ വരുത്തില്ലേ? TK എം സാർ വീട്ടിൽ പാർട്ടിക്കാരെല്ലാം പോകുന്നുണ്ട്, പാലോളിയെ കാണാൻ വേണ്ടി സഖാക്കളൊക്കെ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ മരിച്ചു പോയ ഉമ്മൻചാണ്ടിയുടെ ഖബറടത്തിലോട്ട് പോകുന്നത്? അതൊരു വികാരമായിട്ട് നിൽക്കണ്ടേ? ജി സുധാകരനെ നാളെ മരണപ്പെട്ടിട്ട് അദ്ദേഹം ഇനിയിപ്പം ഏലസൊക്കെ കെട്ടി ഇനി എൻ്റെ വിശ്വാസപ്രകാരം പൂജാകർമ്മങ്ങളോടെ പിന്നെ അന്ത്യകർമ്മങ്ങൾ നടത്തണമെന്ന് പറയുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു ലോസ്യത്തെ എഴുതി വെച്ചിട്ടുണ്ടോന്ന്. ഇല്ലെങ്കിൽ ചുടുകാട്ടിലാണല്ലോ പോയി കിടക്കുക, എല്ലാവരും കിടക്കുന്ന, എല്ലാ സഖാക്കളും കിടക്കുന്നിടത്ത്. അവിടെ നാളെ ഇങ്ങനെ സ്ഥലത്ത് ആരെങ്കിലും പോകുമോ? ഇങ്ങനെയാണെങ്കിൽ അത് ചിന്തിക്കണ്ടേ? അവസാന കാലഘട്ടത്തിൽ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ. അതുമല്ല, ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാതൃഭൂമി ഓൺലൈനിൽ കൊടുത്തിട്ടുള്ള കേട്ടോ, തികഞ്ഞ ഉത്തരവാദിത്തത്തോട് കൂട്ടിയാണ് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ താൻ MA ബേബിയെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും മാതൃഭൂമിക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറയുക. അതായത് മത്സരിക്കണം, പുതിയ ആൾക്കാരൊന്നും വരണ്ട, ഞാൻ ചാവുന്നിടം വരെ എനിക്ക് തന്നെ മത്സരിക്കണം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞപ്പോഴാണ് പിന്നെ MP ഗോവിന്ദൻ മാഷോട് ചോദിച്ചത്, അപ്പോൾ എന്തെങ്കിലും പരിഗണന കൊടുക്കുന്നുണ്ടോ ജി സുധാകരനെന്ന്. ഇയാളെന്തെങ്കിലും MA ബേബിയുടെ അടുത്താണോ പോയിട്ട് പറയണ്ടേ? ആരാ കാൻഡിഡേറ്റിനെ എവിടെ നിന്ന് ആദ്യം വരുന്നത്? സ്റ്റേറ്റ് കമ്മിറ്റി ഇങ്ങോട്ട് ഇറക്കുകയല്ലേ? മണ്ഡലം കമ്മിറ്റിക്കകത്ത് നിന്നുള്ള ഒപ്പീനിയൻ എടുക്കും, ഏരിയ കമ്മിറ്റികൾക്കകത്ത് ജില്ലാ കമ്മിറ്റിയെ ചർച്ച ചെയ്യും, ജില്ലാ സെക്രട്ടേറിയറ്റ് അതിനകത്ത് നിന്ന് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കൊടുക്കും. സ്റ്റേറ്റ് കമ്മിറ്റി ചിലപ്പോൾ ആ ലിസ്റ്റ് അതേപടി വെട്ടിയെന്നും വരും. വെട്ടിയിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി ഒരാളെ ചിലപ്പോൾ കൊണ്ട് ഇറക്കിയെന്ന് വരും. ഇപ്പോൾ PV അൻവർ ലിസ്റ്റ് ഉണ്ടായിരുന്നില്ല, ജില്ലാ കമ്മിറ്റി കൊടുത്ത 2016 സ്റ്റേറ്റ് കമ്മിറ്റി ഇങ്ങോട്ട് ഇറക്കിയതാണ്. അത് ആ സമയത്തിനനുസരിച്ച് തീരുമാനിക്കും. ഇപ്പോൾ ഈ കാര്യത്തിനകത്തൊക്കെ പിന്നെ കുറച്ചുകൂടി ഒന്ന് ഗോവിന്ദൻ മാഷും കുറച്ച് ജാഗ്രത കാണിക്കായിരുന്നു. കാരണം ചില ആളുകളുടെ ചില രോഗങ്ങൾ അറിയുമ്പം അവരോടൊരു പ്രത്യേക കരുണ കാണിക്കാനുള്ള മനസ്സ് ഗോവിന്ദമാഷ് കാണിക്കണം. ഗോവിന്ദമാഷ് അവിടെയും മസിൽ പിടിച്ചിരുന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളല്ല, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞാനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വട്ട് പിടിച്ചിരിക്കുന്ന സുധാകരനോടാണ് പറയുന്നത്. ഇത് നമുക്ക് തന്നെ മനസ്സിലാവത്തില്ല. സുധാകരൻ ഇതുപോലെ തലയിൽ കയറുക. സുധാകരൻ ആ സമയത്ത് കവിത എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായിരുന്നാലും സുധാകരൻ ശിഷ്ടകാലം ഇനിയും നല്ല കവിതകൾ എഴുതാൻ അവസരം കിട്ടട്ടെ. പക്ഷേ പുള്ളിക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട്. കാരണം ഒരു രക്തസാക്ഷിയുടെ സഹോദരൻ കൂടിയാണ്. പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഞാൻ പറഞ്ഞതുപോലെ പകൽ ഉറക്കി കിടക്കുകയും അമേരിക്കക്കാരെ പോലെ ജീവിപ്പിക്കുക. പകൽ ഉറക്കി കിടത്തുക, രാത്രിയാകുമ്പോൾ പുള്ളി എഴുന്നേറ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടോട്ടെ. അതുമല്ല അമേരിക്കയിലോ ഉഗാണ്ടയിലോ ഒക്കെ ഉടനെ കാണത്തുള്ളൂ. രാവിലെ പത്രക്കാർ പിന്നെ ആക്റ്റീവായിട്ട് മൈക്കും കൊണ്ടങ്ങോട്ട് ചെല്ലുമ്പം പുള്ളി ഭയങ്കര ഉറക്കത്തിലായിരിക്കും. കാരണം ഉറക്കഗുളിക കഴിച്ചിട്ട് കിടത്തിയാൽ മതി, ഉറങ്ങും. ഇതാണ് മാർഗ്ഗമുള്ളൂ. അല്ലാതെ തൽക്കാലം പാർട്ടിക്ക് മുമ്പിൽ വേറെ മാർഗ്ഗങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പറഞ്ഞാൽ അത് ഇത്രയും മുതിർന്ന സഖാവിനെ ഒരുപാട് ട്രോളി കൊല്ലുന്നത് ശരിയല്ലാത്തത് കൊണ്ടും അത്
ഒരു പിന്നെ എനിക്ക് തന്നെ കുറ്റബോധം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് തൽക്കാലം ഇവിടെ അങ്ങ് അവസാനിപ്പിക്കാം.